നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഒരു ഫ്രണ്ടിനോടോ പാർട്ണറിനോടോ പാരന്റിനോടോ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ വളരെ മനസ്സ് തുറന്ന് ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത് കൺഫ്യൂഷനാണ്, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത് എക്സോഷനാണ്, നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നത് മാനസികമായിട്ടുള്ള വേദനയാണ്. നിങ്ങളൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ചോദിച്ചു, അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ആൻസർ തരുന്നതിന് പകരം ഒരു വലിയ ലെക്ചറാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്, അല്ലെങ്കിൽ ഒരു കോൾഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സൈലൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംസാരത്തിന് വേണ്ടിയിട്ട്, ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പോയത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കാര്യത്തിന്റെ ഉത്തരവാദിത്വവും കൂടെ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനും കൂടി പഴി കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ കോൺവെർസേഷൻ കഴിയുമ്പോൾ തിരിച്ചു വരുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ ചുറ്റുപാടിൽ ഈ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വളരെയധികം പ്രാധാന്യമാണല്ലോ ഉള്ളത്. നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തീർക്കണം, പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വിളിച്ചിരുത്തി സംസാരിച്ച് പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ പണ്ട് മുതലേ നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് നിരന്തരം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മെച്യൂർ ആയിട്ടുള്ള അഡൽട്സ് ആണ്, നമ്മൾ പ്രായമായവരാണ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം, അതിനെ പറ്റി എന്താണ് പ്രശ്നം എന്നുള്ളത് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കോംപ്രമൈസിലേക്ക് എത്താം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താം എന്നുള്ള രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി തന്നെയാണ് നമുക്ക് ചുറ്റുള്ള ഫാമിലികളിലെല്ലാം ഉള്ളത്. ഇതിന്റെ ഒരു അതർ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇതുപോലുള്ള ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, ഇങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ദുർഘടമായിട്ടുള്ള കോൺവെർസേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരിക നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡൗട്ട് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ കുറച്ചുകൂടെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് മയത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരുന്നു, അവർ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ സെൽഫ് ഡൗട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുക. നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഇൻകേപ്പബിൾ ആണ് റിയൽ കോൺവെർസേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള കോൺവെർസേഷനിൽ അനാവശ്യമായി ഏർപ്പെടുകയും അതിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ക്ലിനിക്കലി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് റിയൽ കോൺവെർസേഷൻ പറ്റാത്തത്, റിയൽ കോൺവെർസേഷൻസ് ഇവരുടെ സിസ്റ്റത്തിലെ ഇല്ലാത്തൊരു കാര്യം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. NPD വിക്ടിംസ് ആയിട്ടുള്ള സർവൈവേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പിയർ സപ്പോർട്ട് സെഷന്റെ അടുത്ത വീക്കിലേക്കുള്ള സ്ലോട്ട്സ് ഓപ്പൺ ആണ്. പതിവ് പോലെ ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെയും താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, എന്റെ കമ്മ്യൂണിറ്റി പേജിലും ഉണ്ടായിരിക്കും. മാക്സിമം നിങ്ങൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. ഈ NPD ഉള്ളവർ, നാർസിസ്റ്റിക് ആയിട്ടുള്ളവർ ഒരിക്കലും ഒതന്റിക് ആയിട്ടുള്ള അവരുമായിട്ടൊരു കോൺവെർസേഷൻ നടക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന റിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ആ കോൺവെർസേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ക്ലിനിക്കൽ സൈക്കോളജിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഒരു ഒതന്റിക് ആയിട്ടുള്ള ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും വേണം. അതിൽ ഒന്നാമത്തേത് റെസിപ്രോക്കൽ വൾണറബിലിറ്റി ആണ്. ഒരു ഫേക്ക് മാസ്ക് വെക്കാതെ വളരെ ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് അഫക്റ്റീവ് ആൻഡ് കോഗ്നിറ്റീവ് എംപതി ആണ്. ഇത് മനുഷ്യ സഹജമായിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ്. മറ്റൊരാളുടെ വശം കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള, എംപതറ്റിക്കലി ലിസൺ ചെയ്യാനുള്ള, സഹാനുഭൂതിയോടുകൂടി കേട്ടിരിക്കാനുള്ള, അതിനൊപ്പം തന്നെ അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ ഇമോഷണൽ റിയാലിറ്റി കൃത്യമായി മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതിയോടുകൂടി കെയർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഒരു പാത്തോളജിക്കൽ നാർസിസം ഉള്ള ഒരാളെ എടുത്തോളം ഈ രണ്ട് കാര്യങ്ങളും കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ നാർസിസ്റ്റുകളുടെ റിയാലിറ്റിയിൽ അവർക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരു ഷെയിം കൊണ്ടു നടക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരല്പം പോലും വൾണറബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, ഇവരുടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേസിലെ എംപതി എന്ന് പറയുന്നത് ഇംപയർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വാല്യൂ ചെയ്യാനുള്ള എബിലിറ്റിയോ കഴിവോ ഒന്നും ഇവർക്കില്ല. ഒരു നാർസിസ്റ്റ് ഒരു കോൺവെർസേഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത് കണക്ട് ചെയ്യാനോ കൊളാബറേറ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ ഒന്നുമല്ല. അവർ കൺട്രോൾ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അവരവരുടെ ഈഗോയ്ക്ക് വിൻ ചെയ്യാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും ആ കോൺവെർസേഷൻ ഡിക്റ്റേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എടുക്കുക, ഡോമിനൻസ് എടുക്കുക, അവരുടെ ഈഗോയെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതിനപ്പുറം ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എന്തുകൊണ്ടാണ് ഒരു നാർസിസ്റ്റിന്റെ അടുത്ത് റിയൽ കോൺവെർസേഷൻ ഒരിക്കലും നമുക്ക് പറ്റില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവരുടെ ബ്രെയിനിന്റെ ഡിഫെൻസീവ് മെക്കാനിസം കാരണമാണ്. എല്ലാ കോൺവെർസേഷൻസും അവരുടെ ഈഗോയ്ക്ക് കേൾക്കുന്ന ഒരു അടി പോലെയാണ്, അല്ലെങ്കിൽ അവരുടെ ഷെയിം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഏർപ്പെടുക തന്നെ.
ഒരു നാർസിസ്റ്റിന്റെ ബ്രെയിന് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന കാര്യം എടുക്കുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന പോലെ അല്ല. ഇവരുടെ ക്യാരക്ടറിൽ തന്നെ അങ്ങേറ്റം ഷെയിമുള്ള, അത് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. അത് മറച്ചു വെച്ചിരിക്കുന്നത് പുറമെ ഒരു ഗ്രാൻഡിയോസ് ആയിട്ടുള്ള മാസ്ക് വെച്ചിട്ടാണ് അവരത് ഹൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഇന്റേണൽ സെൽഫ് വർത്ത് ലാക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ള ധ്വനി വരുന്ന രീതിയിലുള്ള എന്തും, അല്ലെങ്കിൽ അവർക്ക് ടോട്ടൽ കൺട്രോൾ കൊടുക്കാത്ത രീതിയിലുള്ള എന്ത് സംസാരവും അവരുടെ സർവൈവലിന് തന്നെ ഏൽക്കുന്ന ത്രെട്ടായിട്ടാണ് അവരുടെ ബ്രെയിൻ ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിലെ നാർസിസിസ്റ്റ് നിങ്ങളെ ഈ പറഞ്ഞ പോലെ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി, അവർക്ക് താല്പര്യമുള്ള ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ നിങ്ങൾ വന്ന ശേഷം നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഒരു അല്പം പോലും പ്ലാനിങ് ഇല്ലാതെ എൻ്റെ അടുത്ത് പറയാതെ നിങ്ങൾ എന്തിന് ഇങ്ങനെ ചെയ്തു, എങ്ങനെ വിളിച്ചുകൊണ്ട് പോയി, എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കി. നിങ്ങളൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള പാർട്ണർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫീലിംഗ്സ് കൺസിഡർ ചെയ്യും. പക്ഷെ ഒരു നാർസിസിസ്റ്റ് ഇതിനെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ ഒരു ബാഡ് പേഴ്സൺ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എന്നെ മോശക്കാരനാക്കാൻ നോക്കുന്നു. വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചത്. പക്ഷേ ഇവരുടെ ബ്രെയിനിന് ഷെയിം എന്ന് പറയുന്ന കാര്യം, ഈ നാണക്കേട് എന്ന് പറയുന്ന കാര്യം ഒരു അല്പം പോലും പ്രോസസ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ടാക്ടിക്കുകളായിരിക്കും പിന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഇവർ ഗോൾ പോസ്റ്റ് നേരെ ഷിഫ്റ്റ് ചെയ്യും. ഈ വേർഡ് സാലഡ്, സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവർ എന്തെങ്കിലും കാര്യം പണ്ട് നിങ്ങൾ ചെയ്തതോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളെ വീട്ടിൽ സംഭവിച്ച കാര്യമോ, അല്ലെങ്കിൽ ഇവരെ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ഇറലവന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കുത്തി നിറയ്ക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും ചോദിക്കാൻ വന്ന ചോദ്യം നിങ്ങൾ ശരിക്കും മറന്നുപോകും. നിങ്ങളൊന്ന് ബാക്കിലേക്ക് മാറിയിട്ട് ഞാനിതെന്താ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഞാൻ എവിടെയാ ചെന്ന് നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത് ഇൻസ്ട്രുമെന്റൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. വാക്കുകളെ, വാചകങ്ങളെ ടൂളുകളായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്, അല്ലാതെ സത്യത്തിന് വേണ്ടിയിട്ടല്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാര് അവര് സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന പോലെ അല്ല ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അവർ മറ്റൊരു രീതിയിലാണ് ലാംഗ്വേജിനെ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് എന്ന് പറയുന്നത് റെപ്രസെന്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കുള്ള നമ്മുടെ റിയൽ ആയിട്ടുള്ള ചിന്തകളും നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഫാക്ച്വൽ റിയാലിറ്റിയും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വാക്കുകളെയും വാചകങ്ങളെയും ലാംഗ്വേജിനെയും ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാക്കുകളും വാചകങ്ങളും എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാനിപ്പുലേറ്റീവ് ടൂൾസ് മാത്രമാണ്. ഇവിടെ പെർസ്പെക്റ്റീവും പെർസെപ്ഷനും റിയാലിറ്റിയും എല്ലാം അവർക്ക് കൺട്രോൾ ചെയ്യണം, അവർക്ക് വേണ്ട രീതിയിൽ. എന്നിട്ട് അതിൽ നിന്നും നാർസിസിസ്റ്റിക് സപ്ലൈ നേടിയെടുക്കണം. അത് നിങ്ങളുടെ അഡ്മിറേഷൻ ആയിട്ടും കൺട്രോൾ ആയിട്ടും നിങ്ങളുടെ ഇമോഷണൽ പെയിനും ഡിസ്ട്രെസ്സും ഒക്കെ കണ്ടിട്ടാണെങ്കിലും അവർക്ക് അത് കിട്ടിയാൽ മതി. ഇതിനൊരു നല്ല ഉദാഹരണം പറയാൻ പറ്റും. നമ്മുടെ ഫാമിലികളിലെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലേറ്റീവ്, മിക്കവാറും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ഡയലോഗ് പറയുന്നത് നിങ്ങളുടെ വസ്തു സ്വാതന്ത്ര്യത്തെ, നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ ലൈഫിലെ ഡിസിഷൻസിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പറച്ചിലുകളൊക്കെ ആയിരിക്കും. അവർ സത്യം പറയുന്നുണ്ടോ എന്നുള്ളത് അവർ കെയർ ചെയ്യുന്ന പോലും ഇല്ല. അവർ കെയർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ കോൺഫിഡൻസ് കുറയുന്നുണ്ടോ, നിങ്ങൾ അവരുടെ കൺട്രോളിലേക്ക് വരുന്നുണ്ടോ, നിങ്ങൾക്ക് മുകളിലൊരു അതോറിറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. മൂന്നാമത്തേത് നാർസിസ്റ്റുകളുടെ മോണോലോഗ് ഡൈനാമിക് ആണ്. കോൺവെർസേഷൻസ് നാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജ് പെർഫോമൻസ് പോലെയാണ് എന്ന് പറയാം. നമ്മൾ പറയാറുണ്ടല്ലോ സാധാരണ ഒരു പാലം ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്ന പോലെ എല്ലാ കോൺവെർസേഷൻസും ഒരു 2 വേ സ്ട്രീറ്റ് ആണ്. പക്ഷെ ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് അവരുടെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഒരു കോൺവെർസേഷനിലെ നിങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് ഒരു അൺനെസസറി ആയിട്ടുള്ള ഇന്ററപ്ഷൻ ആണ്. അവർ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ വന്ന് ശല്യപ്പെടുത്തുന്ന ഒരു ശല്യം പോലെയാണ് നിങ്ങളുടെ ശബ്ദത്തെ അവർ കാണുക. ഇതെങ്ങനെയാണ് കാണപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ലെക്ചർ പോലെ. ഇവർ സംസാരിച്ചു തുടങ്ങിയ ഒരു 45 മിനിറ്റ് ഇവരുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച്, ഇവരുടെ വീരസാഹസ കൃത്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഇവർക്ക് അപ്രൂവൽ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സംസാരത്തിനിടയ്ക്ക് എങ്ങാനും നിങ്ങൾ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വന്നാലോ, എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ പറയാണ് വളരെ മോശം ദിവസമായിരുന്നു എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കോൺവെർസേഷൻ നിങ്ങളിലേക്ക് സ്പോട്ട്ലൈറ്റ് വരുന്നതിൽ നിന്ന് ഹൈജാക്ക് ചെയ്ത് അവരിലേക്ക് അവർ സ്പോട്ട്ലൈറ്റ് കൊണ്ടുവരും. അവർ പറയും, നിനക്ക് ബാഡ് ഡേ ആണെന്നോ, നീ ഇത് കേൾക്കുക, എന്റെ ഇത് കേൾക്കുക, ഞാൻ എന്തൊക്കെയാണെന്ന് കേൾക്കുക, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച മറ്റു കാര്യങ്ങൾ അത് കേൾക്കുക. അപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ അത് നിങ്ങളുടെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് എന്നൊക്കെയുള്ള എക്സ്പ്രഷനൊക്കെ കാണിച്ച് ഇവരുടെ ഫോണിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ടായിരിക്കും ഇവർ റിയാക്ട് ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഇൻഡിപെൻഡന്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു ഓഡിയൻസ് മാത്രമാണ് അവരുടെ പെർഫോമൻസ് കാണാനുള്ള. നാലാമത്തെ കാര്യം ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതിന്റെ ഒപ്പം തന്നെ ഷെയർഡ് റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം ഡിനൈ ചെയ്യുന്ന ഇവരുടെ സ്വഭാവം.
യാഥാർത്ഥ്യം എന്ന് പറയുന്ന റിയാലിറ്റി എന്ന് പറയുന്ന കാര്യം തന്നെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യുന്ന ഒരാളുടെ അടുത്താണ് നിങ്ങൾ കോൺവെർസേഷന് വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയോടാണെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് നടത്തണമെങ്കിൽ ശരിക്കുള്ള ബേസിക് ആയിട്ടുള്ള ഫാക്ട്സിൽ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരൊരു നല്ല കോൺവെർസേഷൻ എങ്കിലും നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഫാക്ട് പോലും എഗ്രി ചെയ്യാത്ത, ആ ബേസിക് ആയിട്ടുള്ള ഫാക്ട് പോലും ഗ്യാസ്ലൈറ്റ് ചെയ്യുന്ന, നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന, നിങ്ങളുടെ സാനിറ്റി തെറ്റാണെന്ന് പറയുന്നത്, നിങ്ങളുടെ റിയാലിറ്റി തെറ്റാണെന്ന് പറയുന്ന, ആ രീതിയിൽ നിങ്ങളെ ഗ്യാസ്ലൈറ്റ് ചെയ്യുന്ന ഒരു ടാക്ടിക്കും കൂടെ കയ്യിൽ വെച്ചിട്ടുള്ള ഒരാളുടെ അടുത്ത് ഏതെങ്കിലും രീതിയിൽ ശരിയായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, നേരെ ചൊവ്വ ഒരു കോൺവെർസേഷൻ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളിവിടെ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികൾക്കിടയിൽ ഒരു കോൺഫ്ലിക്ട് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ രണ്ട് വ്യക്തികളുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഓക്കെ, ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ആ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റിൽ ഞാൻ എഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഓൺ സെയിം പേജ് ആണ്, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അത് കണ്ടിട്ടുണ്ട്, എഗ്രി ചെയ്യുന്നു, സമ്മതിക്കുന്നു എന്ന് രണ്ട് പാർട്ടിയും സമ്മതിക്കും. എന്നാൽ ഇതൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളിന്റെ അടുത്തുള്ള കോൺവെർസേഷൻ ഡൈനാമിക്കിലാണ് ഇവര് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സെ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യും. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, നീ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് കൂട്ടുകയാണ്, നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്നുള്ള മറുപടികളായിരിക്കും ഇവരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കിട്ടുക. ഇനി ഈ സൊല്യൂഷനിലേക്ക് എത്തുന്ന ഒരു കോൺവെർസേഷൻ ആണ് രണ്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കിടയിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ള കോൺവെർസേഷനിൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ രണ്ട് ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികളും പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുക, നമുക്കത് ആലോചിക്കാം. എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം ആലോചിക്കാം. എന്നാൽ ഇതേ ഡൈനാമിക്സ് ഒരു നാർസിസിന്റെ കാര്യത്തിലാണെങ്കിലോ എങ്ങനെ 100% നിങ്ങളുടെ തലയിൽ ബ്ലെയിം ഇട്ടുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാം എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വിൻ ചെയ്യാം എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇനി ഇമോഷണൽ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഹെൽത്തി റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ഹെൽത്തി റിലേഷൻഷിപ്പിൽ രണ്ടുപേരുടെ ഇമോഷൻസും വാലിഡേറ്റ് ചെയ്യപ്പെടും, ഒരു കോൺഫ്ലിക്ട് ഉണ്ടായാലും, ഒരു സംസാരം ഉണ്ടായാലും, കോൺവെർസേഷൻ ഉണ്ടായാലും. എന്നാൽ ഇതേ കാര്യം നാർസിസിസ്റ്റിക് ഡൈനാമിക്സിൽ ഇമോഷണൽ സബോർട്ടേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ കളിയാക്കുന്ന രീതിയിൽ, താറടിക്കുന്ന രീതിയിൽ, വില കുറച്ച് കാണുന്ന രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ആ ഇമോഷൻസ് എടുത്ത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി അവർ തിരിച്ചുപയോഗിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇത്രയും കണ്ടതിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് പിന്നെയും പിന്നെയും റിയൽ കോൺവെർസേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും പോകുന്ന എത്രയോ പേർ ഈ ഒരു സമയങ്ങളിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നോട് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. എത്രയോ വർഷം ഇത് ട്രൈ ചെയ്തിട്ടും അവർ ട്രൈ ചെയ്യുന്നത് പാഴ്ശ്രമമാണെന്ന് മനസ്സിലാക്കി അവർ ഫെയിലായി തിരിച്ചു വരികയാണ് ചെയ്തത്. കാരണം നാർസിസ്റ്റുകൾക്ക് റിയൽ കോൺവെർസേഷൻ നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. നിങ്ങൾ ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജ് ഇവർക്ക് എഴുതി അയച്ചുകൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് എന്തൊക്കെ രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാൻ വേണ്ടിയിട്ട്, തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് നമുക്ക് തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് പറ്റില്ല ഒരു കാര്യത്തിലും. എപ്പോഴൊക്കെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഒരു നാർസിസിസ്റ്റുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ അവരുടെ കയ്യിലേക്ക് ഒരു ആയുധം വെച്ച് കൊടുക്കുകയാണ്, നിങ്ങളുടെ വൾണറബിലിറ്റീസിന്റെ. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു മാപ്പാണ്. അടുത്ത ആർഗ്യുമെന്റ് വരുമ്പോൾ നിങ്ങളിൽ എവിടെ ഹേർട്ട് ചെയ്യാം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനുവേണ്ടി മാത്രമേ അത് ഉപകരിക്കുള്ളൂ. നാർസിസ്റ്റുമായിട്ട് കോൺവെർസേഷനിൽ ഏർപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത്, സ്ട്രാറ്റജിക് റെസ്പോൺസസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഞാൻ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക, ഇവിടെ വീഡിയോ പൗസ് ചെയ്തിട്ട്, എന്നിട്ട് കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി ഇതിനനുസരിച്ച് നിങ്ങൾ സ്റ്റെപ്സ് എടുക്കുക. നിങ്ങൾ നാർസിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂസ് വരുന്നതും തുറന്നു പറച്ചിലുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ വേർഡ്സ് വളരെ വാല്യുബിൾ ആണ്, നമ്മുടെ ഫീലിങ്സ് വളരെ വാല്യുബിൾ ആണ്, നമ്മുടെ ഇമോഷൻസ് വളരെ വളരെ വാല്യുബിൾ ആണ്. അപ്പൊ അത് സംസാരിക്കുന്നത് നമ്മൾ ഏത് വ്യക്തികളോടാണെന്നുള്ളത് നമ്മളിപ്പോൾ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാലും ചുറ്റുമുള്ള ആൾക്കാരിലും നമ്മൾ വളരെയധികം ഒബ്സർവ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ഇമോഷൻസ് പറയുമ്പോൾ അത് കേട്ടിരുന്നിട്ട് അത് നമുക്കെതിരെ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൾണറബിലിറ്റീസ്, നമ്മുടെ റിയൽ ഫീലിങ്സ് ഒന്നും പറയരുത്. കാരണം അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അങ്ങനെ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരോട് മാത്രം പറയാനുള്ളതാണ്. റിയൽ ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന, റിയൽ ആയിട്ടുള്ള എമ്പതി ഉള്ള, നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ തിരിച്ചറിയാനും അവരോട് സംസാരിക്കാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഈ വീഡിയോ കുറച്ചെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഈ അബ്യൂസ് കടന്നു വന്നിട്ടുള്ളവരാണെങ്കിലും, ഈ ഹീലിംഗ് സ്റ്റേജിൽ പല സ്റ്റേജുകളിലായിട്ടുള്ളവരാണെങ്കിലും, പല ടൈം ലൈനുകളാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എവിടെയെങ്കിലും
ആരെങ്കിലും പണ്ട് നമ്മൾ സഫർ ചെയ്ത പോലെ സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഈ ഒരു ഒറ്റ വീഡിയോ ഒരു വലിയ മാറ്റമായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് സ്ട്രോങ് ആയിട്ട് വേണം. LPD വിക്ടിംസ് ആയിട്ടുള്ള സർവൈവേഴ്സ് ആയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പിയർ സപ്പോർട്ട് സെഷന്റെ അടുത്ത വീക്കിലേക്കുള്ള സ്ലോട്ട്സ് ഓപ്പൺ ആണ്. പതിവ് പോലെ ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെയും താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്റെ കമ്മ്യൂണിറ്റി പേജിലും ഉണ്ടായിരിക്കും. മാക്സിമം നിങ്ങൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. നമ്മൾ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കൂടുതൽ പോവുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയവും വേണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും കാണാം. ഇതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും